ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജാസ് റെസിപ്പീസ്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ കബാബാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. നല്ല ഹെൽത്തിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള കബാബാണ്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുക്കുക, അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. ഞാനിതിലേക്ക് ഒരു 2 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ചെറിയ ജീരകം 2 ടീസ്പൂൺ എന്ന് കണ്ടിട്ട് നിങ്ങൾ കൂടുതലാണെന്ന് വിചാരിക്കേണ്ട. ഇത് കുറച്ച് കൂടുതൽ അളവിലാണ് ഉണ്ടാക്കുന്നത്, അത് കാരണമാണ് 2 ടീസ്പൂൺ ഇതിലേക്ക് വേണം. ഇതിൻ്റെ ഒരു ഫ്ലേവർ ഇതിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നതാണ്. ചെറിയ ജീരകം പൊട്ടി വരുമ്പോൾ പച്ചമുളക് ഇടുക. ഒരു 8-9 വെളുത്തുള്ളി ഇട്ടുണ്ട്, ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇട്ടുണ്ട്, അതായത് ഒരു 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. അപ്പോൾ അതിൻ്റെ ആ റോ ടേസ്റ്റ്, അതായത് ആ പച്ചമണം ഒന്ന് മാറണം. ഇനി ഇതിലേക്ക് 1 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസ് ചേർക്കാം. ഇത് ഫ്രോസൺ ആവാൻ കാരണം നമ്മൾ അടച്ചേക്കാൻ പാടില്ല. അടച്ചേക്കാതെ ഒന്ന് വഴറ്റിയാൽ മാത്രം മതി. 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മാത്രം മതി. ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് ഇതാ ഒരു ഇത്രയും പാലക് ചീര അല്ലേ, പാലക്ക്, അതാണ് ചേർക്കുന്നത്. അതൊന്ന് അരിഞ്ഞിട്ട് വൃത്തിയായി കഴുകേണ്ട ശേഷം ഒന്ന് അരിഞ്ഞതാണത്, അതും കൂടി ചേർത്തിട്ടുണ്ട്. ഒരു വലിയ പിടി ആണ് കേട്ടോ അത്. ഇനി പാലക്ക് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം, അല്ലെങ്കിൽ ഗ്രീൻ പീസ് ഇല്ലെങ്കിൽ പാലക്കും മാത്രമായിട്ട് അങ്ങനെ ഉണ്ടാക്കാം. അത് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഈ പാലക്കൊന്ന് വേവണം, അതുപോലെ തന്നെ ഇതിലത്തെ വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് വറ്റണം. ആ രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് മിക്സ് ചെയ്യുക. എന്നിട്ട് ഓഫ് ചെയ്യുക. അതിനുശേഷം കുറച്ച് ഗരം മസാല ചേർക്കാം. അതൊക്കെ ഫ്ലേവറിന് ആവശ്യമായിട്ടുള്ള ഗരം മസാല ചേർക്കാം കേട്ടോ. ഗരം മസാല ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പം ഞാൻ പാൻ ഓഫ് ചെയ്തിരിക്കുന്നു, കാരണം ഗരം മസാല ഒക്കെ ചേർത്തിട്ട് അത് ഓണാക്കിയിട്ട് ചെയ്താൽ അതിൻ്റെ ഫ്ലേവർ നഷ്ടപ്പെടും. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതലും ചേർക്കാം. ഇനി ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ ഒന്ന് മിക്സിയിൽ തരിതരിപ്പായിട്ടൊന്ന് അടിച്ചെടുക്കുക. വല്ലാതെ തരിതരിപ്പാവരുത്, എന്നാൽ വല്ലാതെ അങ്ങനെ ഫൈനും ആവരുത്. ആ രീതിയിൽ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അതായത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ, പിന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട്, കുറച്ച് കസൂരി മേത്തി ചേർക്കുന്നുണ്ട്, പിന്നെ ഒരു 2 ഉരുളക്കിഴങ്ങാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. എല്ലാം കൂടി ചേർക്കുക, എന്നിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉരുളക്കിഴങ്ങ് കുറച്ച് 2 വലിയ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് ഗ്രേറ്റ് ചെയ്തതാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് കുറച്ച് ഒരു ബ്രെഡ് പൊടിച്ചതാണ് ഞാൻ ചേർക്കുന്നത്. ഇതിപ്പോൾ ബ്രൗൺ ബ്രെഡാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് കേട്ടോ ഈ കളറ്. നിങ്ങളുടെ കയ്യിൽ വൈറ്റ് ബ്രെഡ്, ഏത് ബ്രെഡായാലും ഒരു പ്രശ്നവുമില്ല. വൈറ്റ് ആയാലും ബ്രൗൺ ആയാലും ഒക്കെ ചേർക്കാം. കുറച്ച് ചാട്ട് മസാല ചേർക്കുന്നുണ്ട്. മസാല ഇല്ലെങ്കിൽ ഡ്രൈ മാംഗോ പൗഡർ ഉണ്ട്, ആംചൂർ പൗഡർ, അത് കുറച്ച് ചേർത്താലും മതി, വളരെ കുറച്ച് ചേർക്കാവൂ. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. അത് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കോൺഫ്ലോർ ചേർത്താൽ ഇത് പൊട്ടിപ്പോവില്ല, നല്ലൊരു ബൈൻഡിങ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അത് ചേർക്കുന്നത് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ നിറച്ചാണ് കോൺഫ്ലോർ ചേർത്താറുണ്ട്. നിങ്ങൾ ഒരു ടിക്കി ഉണ്ടാക്കിയിട്ട് അത് പൊട്ടുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കോൺഫ്ലോർ ചേർത്തോളൂ. പിന്നെ ഇതുപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ടിക്കി ആക്കിയിട്ട് ഒന്ന് പരത്തുക. നമ്മൾ ആലു ടിക്കിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒന്ന് പരത്തിയിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഉരുട്ടിയിട്ട് ശരിയാക്കി എടുക്കുക. ചെറുത് ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം.
അല്ലാതെ അങ്ങനെ കട്ടി കൂടരുത്. ഈ ഒരു രീതിയിൽ എല്ലാം ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഞാനിത് എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഒരു 10-11 എണ്ണം ഇത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 10 എണ്ണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇതേപോലെ ഒരു ബ്രെഡ് ഒന്ന് ചെറുതാക്കിയിട്ട് മുറിച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക. നല്ല ഫൈനായിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടുക. അത്രേ വേണ്ടൂ. അല്ലാതെ കോൺഫ്ലോർ കലക്കാവൊന്നും വേണ്ട കേട്ടോ. മൈദ കലക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ആ ബ്രെഡിൽ ഒന്നിട്ടിട്ട് ഒന്ന് ഉരുട്ടുക മാത്രം. എന്നിട്ട് ചൂടായ എണ്ണയിൽ, ഞാനിപ്പോൾ റിഫൈൻഡ് ഓയിലാണ് ഇപ്പോൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചൂടായ എണ്ണയിൽ വല്ലാതെ ചൂടാവരുത്. ഒരു മീഡിയം ചൂടാവുമ്പോൾ അതിലിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ ഉള്ളിൽ കുക്കാവില്ല. എന്നിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇത് പെട്ടെന്ന് കുക്കാവും. പിന്നെ ഇത് എണ്ണയൊന്നും കുടിക്കില്ല. സാധാരണ വറുക്കുന്ന ആ ഒരു അത്ര തന്നെ എണ്ണ അതിനും വേണ്ടു. പിന്നെ ഇത് നിങ്ങൾക്ക് ഷാലോ ഫ്രൈ ചെയ്യണമെങ്കിൽ ഒരു പാനിൽ ഒരു 4-5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ചെറിയ പാനിൽ അങ്ങനെ നിങ്ങൾക്ക് വറുത്തെടുക്കാം. ഞാനിപ്പോൾ ഇതേപോലെ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചിട്ടാണ് എളുപ്പത്തിന് വേണ്ടിയിട്ട് വറുത്തെടുക്കുന്നത്. ഇത് പിന്നെ ബ്രെഡിൽ ഇങ്ങനെ ഉള്ളിൽ ടിക്കി വെച്ചിട്ട് ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് അതിൽ സോസൊക്കെ ഉള്ളിലൊഴിച്ചിട്ട് കുട്ടികൾക്ക് കൊടുത്താൽ നല്ലതാണ്. ലഞ്ച് ബോക്സിലൊക്കെ വെക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അല്ലെങ്കിൽ ഇതിങ്ങനെ പാറ്റീസ് ഇങ്ങനെ വെച്ചിട്ട് അതിൽ കുറച്ച് പുതിന ചട്നിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പാറ്റീസാണത്. അപ്പോൾ വെജിറ്റബിൾ കബാബ് റെഡിയായി. അല്ലെങ്കിൽ പാറ്റീസ് എന്നും പറയാൻ തന്നെ നല്ല ടേസ്റ്റാണത്. അപ്പോൾ ചട്നി, സോസ് എന്ത് കൂട്ടിയിട്ട് എന്ത് കഴിക്കാം. ഉണ്ടാക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ പീസ് മാത്രമേ ഉള്ളൂ വെച്ചാൽ അത് വെച്ചിട്ട് ഉണ്ടാക്കാം. പാലക്കില്ലെങ്കിലും ഉണ്ടാക്കി നോക്കുക. അല്ല പാലക്ക് മാത്രമേ ഉള്ളൂ വെച്ചാൽ പാലക്കും ആലും ഉരുളക്കിഴങ്ങും ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുക. ഗ്രീൻ പീസ് ഇല്ലെങ്കിലും പ്രശ്നമില്ല. അപ്പോൾ ഏതെങ്കിലും ഒന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കാതിരിക്കേണ്ട. ബാക്കിയുള്ളത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പിയായി വീണ്ടും കാണാം. Thank you.